ഹലോ ഐസേ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഈ സെറ്റപ്പിലൊക്കെ ഇത് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ ഒന്നും നടക്കാറില്ല. ഈ ടൈമും സിറ്റുവേഷനും സാഹചര്യവും ഒന്നും നടക്കാറില്ല. ഇന്ന് കുറച്ച് സമയം കിട്ടിയോണ്ട് ഞാൻ ഓർത്തു ഇങ്ങനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാം പ്രൊഫഷണലായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് അഥവാ ബാസ് ബേൺ ചീസ് കേക്കാണ്. ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഞാൻ പറയാമേ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻറ്റ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാന്റിയാഗോ റെവേറ എന്ന് പറഞ്ഞ ഒരു ഷെഫ് ഉണ്ടായിരുന്നു. തൻ്റെ ബാറിലേക്ക് എല്ലാം സെറ്റപ്പായിട്ടുണ്ട്. പക്ഷേ ഒരു ഡെസേർട്ടിൻ്റെ ഒരു കുറവുണ്ടല്ലോ, അതൊന്ന് മോഡിഫൈ ചെയ്തെടുക്കണം എന്നോർത്ത് തയ്യാറാക്കി കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ബേൺ ചീസ് കേക്ക്, അതായത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. അങ്ങനെയാണ് ചീസ് കേക്കിന് ഈ പേര് വന്നത്, വളരെ വൈറലായത്. അപ്പം നമ്മൾ ഇന്ന് ആ ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ചീസ് കേക്കാണ്, ഈസിയാണ്. അതിൻ്റെ ഒരു എഗ്ലെസ് വേർഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് വളരെ യമ്മി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചീസ് കേക്കാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു സ്ലൈസ് മുറിച്ച് അതിലേക്ക് ചോക്ലേറ്റ് ഡ്രിസിൽ ചെയ്തിട്ടാണ് ഇത് കഴിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടിപൊളി യമ്മി ടേസ്റ്റാണ്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഞാനപ്പോൾ എഗ്ലെസ് വേർഷനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു വേർഷനാണ്. അപ്പം നമുക്ക് ഈ ഒട്ടും സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ക്രീം ചീസാണ്. ഇത് ഞാൻ ബ്ലോക്ക് ക്രീം ചീസ് എടുത്തിരിക്കുന്നത്. എനിക്ക് ആ ഫുൾ ടബിലുള്ളത് കിട്ടിയില്ല. സ്പ്രെഡബിൾ മേടിക്കരുത്, ഇങ്ങനത്തെ ബ്ലോക്ക് ഹാർഡായിട്ടുള്ള ക്രീം ചീസ് വേണം. ഇത് 1 കപ്പ് അഥവാ 225 ഗ്രാംസ് നമുക്ക് എടുക്കണം. ഇതാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് 225 ഗ്രാംസ് ക്രീം ചീസ്, അതായത് 1 കപ്പ് നമുക്ക് ക്രീം ചീസ് എടുക്കണം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് നോക്കാം. അടുത്തത് കണ്ടൻസ് മിൽക്കാണ്. 5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് നമുക്ക് എടുക്കണം. പിന്നെ അടുത്തത് 5 ടേബിൾ സ്പൂൺ ഹെവി ക്രീം അഥവാ വിപ്പിംഗ് ക്രീം. ഞാൻ ഓൾറെഡി വിപ്ഡ് ചെയ്ത് വെച്ചുകൊണ്ട് അത് കട്ടയായിട്ടിരിക്കുന്നത്. പിന്നെ ഷുഗർ 5 ടേബിൾ സ്പൂൺ. എൻ്റെ കയ്യിൽ പൗഡർഡ് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ പൗഡർഡ് ഷുഗർ എടുത്തതേ ഉള്ളൂ. നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഷുഗർ 5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അപ്പം ഇത് 5 ടേബിൾ സ്പൂൺ വീതമാണ് എടുക്കേണ്ടത്. പിന്നെ കോൺഫ്ലോർ, ഇത് ഒരു 2.5 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം എടുക്കണം. പിന്നെ വാനില എസൻസ് നമ്മളൊരു 3/4 ടീസ്പൂൺ എടുക്കും. പിന്നെ ബേക്കിംഗ് പൗഡർ, ഇത് നമ്മൾ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതാണ് ഹങ്കേർഡ്. ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ തൈര് ഈ തുണിയിൽ ഇങ്ങനെ കെട്ടി ഞാൻ ഡ്രെയിൻ എടുത്തതാണ്. എനിക്ക് വെള്ളമൊക്കെ കളഞ്ഞ്, അതിൻ്റെ എന്ന് പറയുന്ന വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ചെയ്തെടുത്താണ്. എനിക്ക് ഹങ്കേർഡാണ് വേണ്ടത്. അത് 5 ടേബിൾ സ്പൂൺ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ കേക്ക് പാൻ ആണ്. എന്നിട്ട് അതിലേക്ക് ബേക്കിംഗ് പേപ്പർ ഞാൻ ഈ വെച്ചിട്ടുള്ളത് പോലെ തന്നെ അകത്തോട്ട് വെച്ച് പുറത്ത് ഇങ്ങനെ എടുക്കാൻ കിട്ടുന്ന രീതിയിലാക്കി വെക്കണേ. അല്ലാതെ കട്ട് ചെയ്ത് വെക്കരുത്, എന്നാലാണ് നമുക്കിത് പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ എടുക്കാൻ എളുപ്പം. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ബേക്കിംഗ് പേപ്പർ നിങ്ങളുടെ കേക്ക് പാനിനകത്ത് സെറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിലൊരു മാറ്റവും വരുത്തണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ആദ്യം നമുക്ക് ക്രീം ചീസ്, അതിലേക്ക് കണ്ടൻസ് മിൽക്ക് എടുത്ത് ഒഴിക്കണം. അപ്പോൾ ഈ 5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഞാൻ നമ്മുടെ ക്രീം ചീസിലേക്ക് ഒഴിക്കുകയാണ്. 1 കപ്പ് ക്രീം ചീസാണ്, 225 ഗ്രാംസ് മറക്കണ്ട. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഹെവി ക്രീം, അതായത് വിപ്ഡ് ക്രീം, അല്ലെങ്കിൽ ഞാൻ വിപ്പ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടിയായിരിക്കുന്നത്, അതാണ് ചേർക്കേണ്ടത്. നോർമൽ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ചേർത്താലും മതി കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പം 5 ടേബിൾ സ്പൂൺ നേരത്തെ പറഞ്ഞ പോലെ അത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ നമ്മൾ വിപ്പ് ക്രീം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പഞ്ചസാരയാണ്.
5 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പം എൻ്റെ പൗഡേർഡ് ഷുഗർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. നോർമൽ പഞ്ചസാര ആണെങ്കിൽ അത് മതി. എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പൗഡേർഡ് ഷുഗർ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഹങ്കേർഡ്, ഞാൻ 5 ടേബിൾ സ്പൂൺ തൈര് ഒരു തുണിയിൽ കെട്ടി ഞാനിങ്ങനെ ഒരു അരിപ്പയ്ക്കകത്ത് വെച്ച് അടി പാത്രം വെച്ച് വെള്ളം കളഞ്ഞ് കട്ടിക്കെടുത്തായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മുടെ കോൺഫ്ലോർ 2.5 അല്ലെങ്കിൽ 3, ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ വാനില എസെൻസ് 3/4 ടീസ്പൂൺ നമുക്ക് ഇതിൽ വാനില എസെൻസ് ചേർക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ വാനില എസെൻസ് ചേർത്തു, നമുക്കിതെല്ലാം കൂടെ ചേർന്ന് ബീറ്റ് ചെയ്യാം. ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല, നമുക്ക് പിന്നെ ബീറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്യാം. വാ. അപ്പോൾ ഓക്കെ, ഇത് നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലൊരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാൻ പോവാണേ. അത്രയും ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. അപ്പം എന്താ, ഞാൻ ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ ചേർത്തു, ബേക്കിംഗ് പൗഡർ ചേർത്തു. ഇനി നമുക്കിതൊന്ന് കമ്പൈൻ ചെയ്യാം. ഓവർ ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് പാനിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നമുക്കിത് കേക്ക് പാനിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ കേക്ക് പാനിൽ ഇതുപോലെ ബേക്കിംഗ് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, സൈഡിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ തന്നെ വെക്കണം. അപ്പം ബാറ്റർ ഇതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമേ. അപ്പം ബാറ്റർ എങ്ങനെ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് നോക്കിക്കോണേ. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഈ ബാറ്റർ മൊത്തം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് നമുക്കൊന്നത് ലെവലാക്കി കൊടുക്കാമേ. അപ്പോൾ അതാ ബാറ്റർ ഇവിടെ റെഡിയായി. ഓക്കെ, ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓവണിലാണെങ്കിൽ ബേക്ക് ചെയ്യുന്നെങ്കിൽ 200°-ൽ 25 മിനിറ്റ്സ് നിങ്ങൾ ബേക്ക് ചെയ്യുക. നിങ്ങളുടെ ഓവണിൻ്റെ ഹീറ്റ് അനുസരിച്ചിട്ട് ബേക്ക് ചെയ്യുക. ഇതിൻ്റെ ടോപ്പ് ലെയറിൽ ഒരുമാതിരി കാരമൽ കളർ, അതായത് ബേൺഡ് കളർ വരണം. അത്രയും ടൈം 25 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഓവൺ ഹീറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് ബേക്ക് ചെയ്യണേ. ഇതിൻ്റെ മേൽഭാഗം ആ ഒരു കളർ വരണം. പിന്നെ ഇത് ബേക്ക് ആയ ശേഷം നമ്മൾ ഉടനെ എടുക്കരുത്. അതങ്ങനെ തന്നെ ഓവണിലിരുന്ന് ഓഫായിട്ട് അത് കൂളാവണം. ഓവൺ ഓഫായിട്ട് കൂളാവണം. അത് കഴിഞ്ഞ് കൂളായ ശേഷം നമ്മളത് റെഫ്രിജറേറ്റ് ചെയ്യണം. ഒരു 3-4 hours റെഫ്രിജറേറ്റ് ചെയ്തിട്ട് വേണം ഇത് എടുക്കാൻ. എന്നിട്ട് വേണം ഈ ക്ലിംഗ് റാപ്പ് ഇട്ട് ക്ലോസ് ചെയ്ത് വേണം ഇത് റെഫ്രിജറേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് ശേഷമേ നമ്മൾ എടുക്കാവൂ. അപ്പോൾ നമുക്ക് എയർ ഫ്രയറിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത് കസോറിയുടെ എയർ ഫ്രയർ ആണ് ഞാൻ ഉപയോഗിക്കുക. പണ്ടേ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ആദ്യം നമ്മൾ എടുക്കുമ്പോൾ 180°-ൽ 15 മിനിറ്റ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യണം. നമുക്കിത് 200°C ആക്കണം. അപ്പം ഞാൻ ഇതൊന്ന് മാറ്റുവാണ്, 200°C മാറ്റുക. ഇപ്പോൾ എയർ ഫ്രയർ പ്രീ ഹീറ്റായി 5 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റ് ആയത്. പക്ഷെ ഓവൺ ആണെങ്കിൽ 10 മിനിറ്റ്സ് ആണ്. ഇപ്പം ഞാൻ ഇതിലോട്ട് നമ്മുടെ പാൻ വെക്കുക, കൈ സൂക്ഷിക്കണേ. എന്നിട്ട് ഞാനിത് ഒരു 20-25 മിനിറ്റ്സിന് ബേക്ക് ചെയ്യാൻ പോവാണേ. അപ്പോൾ 20 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് കൂളായിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഓവണിൽ നിന്നാണേലും എയർ ഫ്രയറിൽ നിന്നാണേലും കൂളായ ശേഷം ഇത് എടുക്കാവേ. കണ്ടോ, പെർഫെക്റ്റ്ലി ബേക്കായി.
ഇപ്പോൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഞാൻ ഇതൊരു 4 മണിക്കൂർ എന്നിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് ക്ലിങ് റാപ്പൊക്കെ ഇട്ട് ഞാൻ കേക്ക് പാനിൽ തന്നെ വെച്ച് റെഫ്രിജറേറ്റ് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ബേൺഡ് ബാസ്ക് ചീസ് കേക്ക് അഥവാ സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. ഇങ്ങനെയാണ് കാണാനിരിക്കുന്നത്. കാണാൻ ലുക്കില്ലേലും ഇവൻ ആള് കിഡുവാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കണ്ടോ, നമ്മുടെ യമ്മി സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഇവിടെ റെഡിയായി. എന്തിനാണ് കടയിലൊക്കെ പോയി കഴിക്കുന്ന, വീട്ടിൽ തന്നെ അടിപൊളിയാക്കി തയ്യാറാക്കി കഴിക്കാമല്ലോ. സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം സെർവ് ചെയ്യാൻ. ഇത് കണ്ടോ, എന്ത് യമ്മി അറിയാമോ ഇത് കഴിക്കാൻ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.